പിന്നെ ലോങ് ഫോർമാറ്റ് വീഡിയോയ്ക്ക് അധികം റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വേറെ പ്രൊജക്റ്റുകളൊന്നും ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം എനിക്ക് അടുത്ത വീണ്ടും കുറച്ചും കൂടെ നല്ല പ്രൊജക്റ്റുകൾ ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഹായ്, നമ്മൾ ഫസ്റ്റത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ലോങ് ഫോർമാറ്റിൽ ചെയ്തിട്ട് കുറച്ച് പേര് ഇനി ട്യൂട്ടോറിയൽ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും ഒരു ട്യൂട്ടോറിയലായിട്ട് വന്നേക്കുവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിപ്പർ പൗച്ച് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിപ്പർ പൗച്ചാണ്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയലിലോട്ട് കടന്നാലോ. നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈസിൽ തുണി എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് 8x5 ഇഞ്ചാണേ. ഞാനിവിടെ തുണി എടുത്തിട്ട് അതിൽ നമ്മൾ ക്യാൻവാസ് ടിപ്പ് അയൺ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിടണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മടക്കുക. ഇവിടെയും ഇവിടെയും ക്ലോസ് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് തോന്നുന്നില്ലേ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പൗച്ചായിട്ട്. ഇനി നമുക്ക് മറിച്ചിടുന്നതിന് മുന്നേ നമുക്ക് കോർണേഴ്സ് കട്ട് ചെയ്ത് കളയാമേ. ഒരു കമൻറ്റ് അല്ല ഒരു മെസ്സേജ് വന്നിരുന്നു. അതിൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ സിബും ഈ സ്റ്റിഫൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സാധാ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ഒക്കും എന്നുള്ളത്. സാധാ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ഒക്കും, പക്ഷേ അതിൽ തിക്നെസ് മാറുന്നതനുസരിച്ച് ഇപ്പം തുണിയുടെ തിക്നെസ്സും ഈ സ്റ്റിഫിൻ്റെ തിക്നെസ് സിബ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു തിക്നെസ് വരുമല്ലോ. അപ്പോൾ അത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നീഡിൽ കൂടിയത് ഇടേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, സൂചി പൊട്ടിക്കും. അപ്പം ഞാൻ ഇതിന് മുന്നേ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സിംഗർ ടാലൻ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് ഉണ്ട്, സിംഗറിൻ്റെ മെഷീൻ. അതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഒരുവിധം കട്ടിയുള്ളതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്ലോത്തിൻ്റെ കട്ടി കൂടി തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ആക്ച്വലി നമ്മുടെ പവർ മെഷീനിലേക്ക് സ്വിച്ച് ചെയ്തത്. അപ്പോൾ അതല്ലാണ്ട് ഒരുവിധം ചെറിയ പ്രോജക്റ്റുകളെല്ലാം നമുക്ക് ഈ പ്രോജക്റ്റുകളൊക്കെ ഈസി ആയിട്ട് ചെറിയ മെഷീനിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ നോർമൽ മെഷീനിലാണെങ്കിലും ഇതൊക്കെ ചെയ്തെടുക്കാം. ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയില്ലേ പൗച്ച്? അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ലോങ് ഫോർമാറ്റ് വീഡിയോയ്ക്ക് അധികം റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വേറെ പ്രൊജക്റ്റുകളൊന്നും ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം എനിക്ക് അടുത്ത വീണ്ടും കുറച്ചും കൂടെ നല്ല പ്രൊജക്റ്റുകൾ ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത്രയും എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വീഡിയോ വേണോ അതോ ജസ്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ മതിയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.